Hey everyone, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ ക്ലീൻ ചെയ്യുന്ന എൻ്റെ മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റുമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഡൈനിങ് റൂം, അതുപോലെ തന്നെ ലിവിംഗ് റൂമും സിറ്റ് ഔട്ടും ഞാൻ ചൊവ്വാഴ്ചയാണ് കഴുകുക. എല്ലാ ചൊവ്വാഴ്ചയാണ് ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യാറുള്ളത്. ഒപ്പം ചില മന്ത്ലി ക്ലീനിങ് കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒന്നരാട് മാസങ്ങൾ ഇടവിട്ട് ചെയ്യുന്നത്, ഒന്നരാട് ആഴ്ച ഇടവിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങളുടെ പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് ഒരു ക്ലീനിങ് ഷെഡ്യൂൾ തയ്യാറാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു വർക്കിംഗ് മോമാണ്, അല്ലെങ്കിൽ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബറാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം സേവ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ഷെഡ്യൂളാണത്. അത് കണ്ടിട്ടില്ലാത്തവർ കാണാം. അപ്പോൾ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ റൂം ബൈ റൂമാണ് ക്ലീൻ ചെയ്യുന്നത്. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മേലിൽ നിന്ന് താഴേക്ക് എന്നുള്ള ഇതിലാണ്, അതായത് മാറാല തൂക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് ഞാൻ ഫാൻ ക്ലീൻ ചെയ്യലാണ്. ചിലപ്പോൾ ലാഡർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ ലാഡർ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ദിവസമാണ് ലാഡർ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ദിവസം എല്ലാ ഫാനും ക്ലീൻ ചെയ്തെടുക്കും. ലാഡർ ഇല്ലാതെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു ഡീപ്പ് ക്ലീനിങ് ടിപ്പായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. ഞാൻ ജസ്റ്റ് ഡസ്റ്റ് ചെയ്യുള്ളൂ ആഴ്ചയിൽ. മാസത്തിൽ ഞാൻ നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കും ഒരുപാട് പൊടിയുള്ള റൂമുകൾ. ഇനി ലിവിംഗ് റൂമിലെ ജനാലകളാണ്. ജനാലയുടെ കമ്പികളൊക്കെ ഞാൻ ജസ്റ്റ് ഡസ്റ്റ് ചെയ്തിടുകയുള്ളൂ ആഴ്ചയിൽ. പിന്നെ മന്ത്ലി ക്ലീനിങ്ങിൻ്റെ അകത്ത് നോക്കും, നല്ല പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ, തുടക്കേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വൈപ്പ് ചെയ്തിടും. മിക്കവാറും ഡസ്റ്റിങ്, അതായത് പൊടി കളയുന്നതാണ് ആഴ്ചയിൽ ചെയ്യാറുള്ളൂ. നന്നായിട്ട് ഓരോന്നും, അതായത് ജനാലയാണെങ്കിലും ഫർണിച്ചറാണെങ്കിലും എ സി ആണെങ്കിലും ഫാനാണെങ്കിലും ഒക്കെ ഡീപ്പ് ക്ലീൻ ആയിട്ട്, അതായത് വൈപ്പ് ചെയ്ത് നല്ല നന്ന തുണി വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കില്ലേ, അത് മന്ത്ലി ചെയ്യും. അത് എല്ലാ റൂമും അല്ല, കാരണം ചില റൂമിൽ നന്നായിട്ട് പൊടി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്താൽ മാത്രം മനസ്സിലാവുള്ളൂ. നമ്മൾ നമ്മുടെ ഒരു ക്ലീനിങ് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില റൂമിൽ നമ്മൾ എല്ലാ തവണയും ഇങ്ങനെ വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു ക്ലീനിങ് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യും, അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയല്ല. പ്ലാനിങ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം, മാറ്റം വരുത്താൻ പാകത്തിനായിരിക്കണം. വേറൊരാളുടെ വീട് പോലെയല്ല നമ്മുടെ വീട്, വേറൊരാൾ യൂസ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ശീലങ്ങൾ വ്യത്യാസമുണ്ട്, നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം ഒരു ക്ലീനിങ് ഷെഡ്യൂൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ക്ലീനിങ് ഷെഡ്യൂൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ വീടിന് അനുയോജ്യമായിട്ടുള്ള ഒരെണ്ണം തയ്യാറാക്കുക. അപ്പോൾ ഇനി ഡൈനിങ് ഹാളിലാണെങ്കിലും ഈ ഹാളിൽ കൂടുതലായിട്ടുള്ള ഫർണിച്ചറുകളാണല്ലോ, നമ്മുടെ സെറ്റി, അതുപോലെ ഡൈനിങ് ടേബിൾ, ചെയർ അങ്ങനെയുള്ളവയാണ്. അപ്പോൾ ഇതിൽ പൊടി വരുന്നതിനനുസരിച്ച്, പൊടി ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മാറാമ്പൽ, ചെറിയ വൈറ്റ് കളറിലെ മാറാല വന്നിരിക്കും ഇതിൻ്റെ ഇടയിൽ. പഴയ ഫർണിച്ചറുകളാണ്, അപ്പോൾ അതിൽ പെട്ടെന്ന് ഇങ്ങനത്തെ പൊടിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതെല്ലാ ആഴ്ച ഒന്ന് ചെക്ക് ചെയ്തിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യലാണ് പതിവ്. പിന്നെ എൻ്റെ മുകളിലിട്ടിരിക്കുന്ന കുഷ്യൻ സംഭവങ്ങളൊക്കെ ഞാനൊരു സീസണൽ ക്ലീനിങ് ടൈമിൽ, അതായത് പെരുന്നാളൊക്കെ ആവുന്നതിന് മുമ്പ് വെയിലത്തൊക്കെ ഇട്ട് ഇതാക്കാറുണ്ട്. പിന്നെ ചെയർ ആണെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ ചെയറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുട്ടികൾ ഫുഡ് കഴിച്ചിട്ട് അതൊക്കെ വീണ് കിടപ്പുണ്ടാവും. അപ്പോൾ ആ കുഷ്യൻ മാറ്റിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കും, അല്ലെങ്കിൽ അത് വൃത്തികേടായിട്ട് അവിടെ കിടക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ക്ലീനിങ് റിലേറ്റഡ് വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലീനിങ് ചെക്ക് ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഞാനിവിടെ എഴുതി തന്നിട്ട് എന്തിനൊക്കെയാണെന്നും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാം. പ്ലേലിസ്റ്റിലും ഉണ്ട്. അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ വീട്ടിലെ ക്ലീനിങ് നമുക്ക് ശീലമാക്കി എടുക്കേണ്ട രീതിയിലാണ് ഞാൻ ഓരോ വീഡിയോയും ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നമുക്ക് ബേസിക്കായിട്ട് ചില ശീലങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മുടെ വീടിൻ്റെ കിച്ചൺ വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ. അതുപോലെ കുറേ ടിപ്സ് കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് കിച്ചൺ വൃത്തികേടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം. കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ഞാൻ ഇത് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നത് ലിവിങ് ഏരിയ, സിറ്റ് ഔട്ട് അങ്ങനെയുള്ളതൊക്കെ ചൊവ്വാഴ്ച ക്ലീൻ ചെയ്യും. ബുധനാഴ്ച ഞാൻ എൻ്റെ വീട്ടിലെ ഗസ്റ്റ് റൂമുണ്ട്, അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന ദിവസമാണ്. പിന്നെ വ്യാഴാഴ്ച ഒരു ബെഡ്റൂം പോലെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ അകത്താണ് ടൂൾസ് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ, കാരണം നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നത് വ്യക്തമായിട്ട് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ ബെഡ്റൂം ക്ലീനിങ്ങിൽ പിന്നെ പുതുതായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ റുട്ടീൻ ക്ലീനിങ്ങിലുള്ള കാര്യങ്ങൾക്ക് പുറമെ ഡീപ്പ് ക്ലീനിങ് ആണ് നമ്മൾ ഈ ഇതിന് ചെയ്യുന്നത്. ആഴ്ചയിൽ ഓരോ ദിവസം എടുത്തിട്ട് ചെയ്യുന്നത്. ഒരു അരമണിക്കൂർ നമുക്കിതിന് ശരിക്കും വേണ്ടി വരുള്ളൂ. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നതിന് പുറമെ കസേരകളൊക്കെ ഒന്ന് വാഷ് ചെയ്തിടും. മുൻവശത്തായതുകൊണ്ട് തന്നെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വാഷ് ചെയ്ത് ഇടാറുണ്ട്. പിന്നെ മുറ്റത്ത് ഇതൊക്കെ ചവറൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിടും. പിന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് ലിവിങ് ഏരിയയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ റെഗുലർ ക്ലീനിങ്ങിൽ
വാഷ് ബേസിൻ ക്ലീൻ ചെയ്യും, മിറർ ക്ലീൻ ചെയ്യും, അതിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. അതിന് പുറമെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ അവിടെയുള്ള ടവൽ, കൈ തുടക്കാനുള്ള ടവലാണെന്നുണ്ടെങ്കിലും ലിക്വിഡ് നടക്കുന്നതൊക്കെ ഈ ഒരു സമയത്താണ്. അവിടെ ഒരു ടൈലുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എത്ര തവണയാണ് വാഷ് ബേസിൻ യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലെ ടൈലൊക്കെ ഈ ഒരാഴ്ച നന്നായിട്ട് വൃത്തിയായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യും. അതുപോലെ ഇത് നമ്മുടെ ടവൽ ഹോൾഡ് ചെയ്യുന്ന ഹോൾഡർ, പൈപ്പ്, ടാപ്പുകൾ, പിന്നെ സോപ്പ് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയൊക്കെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു ദിവസമാണ്, ചൊവ്വാഴ്ചയാണ്. അതുമല്ല, അതുപോലെ തന്നെ അതിനുള്ളിലാണ് ന്യൂസ് പേപ്പർ, വാക്യൂം ക്ലീനറൊക്കെ വെക്കുന്നത്. ആ ക്യാബിനറ്റ് ഡോറ് ഞാൻ ഈ പറയുന്ന പോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലീൻ ചെയ്യും. പിന്നെ ഈ ഒരു ടൈമിലാണ് ഞാൻ മറ്റേ കൈ തുടക്കുന്ന തുണി കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. ആഴ്ചയിൽ ചേഞ്ച് ചെയ്യും, വേറൊരെണ്ണിടും. അതുപോലെ തന്നെ ഹാൻഡ് വാഷ് നിറച്ച് വെക്കുക, ലിക്വിഡ് നിറച്ച് വെക്കുക എന്നൊക്കെ ഈ ഒരു സമയത്താണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് യാർഡിൽ കുറച്ച് പോർഷൻ ടൈലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ വൃത്തിയിടാവുന്നതനുസരിച്ചിട്ട് ഹസ്ബൻഡ് ബ്ലോർ വെച്ചിട്ട് ക്ലീനാക്കി എടുക്കും. വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹം ചെയ്യലാണ് പതിവ്. അപ്പോൾ ഈ മുറ്റം ക്ലീനാക്കൽ കാര്യങ്ങളൊക്കെ, ഈ മതിൽ ക്ലീനാക്കുക കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തികേടായി എന്ന് തോന്നുന്ന സമയത്ത് ഹസ്ബൻഡ് ക്ലീൻ ചെയ്യലാണ് പതിവ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പ്ലാനിങ്ങും ടൈം ടേബിളും കാര്യങ്ങളൊന്നും നോക്കാറില്ല കേട്ടോ. അപ്പോൾ ഇനി ബുധനാഴ്ചത്തെ ക്ലീനിങ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഞങ്ങളുടെ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ കിടക്കുന്നത് ഞങ്ങളുടെ ഉമ്മച്ചിയുടെ റൂമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റൂമാണ്. ഈ ഒരു റൂമിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ്, ബുക്ക്, നിസ്കാരക്കുപ്പായം എക്സ്ട്രാ ഉള്ളത്, പായ, ആരെങ്കിലുമൊക്കെ വന്നാൽ നിസ്കരിക്കാനൊക്കെ ഉള്ളത്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, തലേണകൾ, നേരത്തെ കൈ തുടക്കാനൊക്കെ എടുക്കുന്ന തുണി, അങ്ങനത്തതൊക്കെ എടുത്ത് വെക്കുന്ന ഒരു അലമാരിയുള്ളതും ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു റൂം ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, കാരണം പൊടി കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിലും എപ്പോഴും ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് ക്ലീനിങ് എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ അലമാരി ഡീക്ലട്ടർ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ചടങ്ങാണ്. കാരണം കുട്ടികളുടെ ഉടുപ്പാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഡീക്ലട്ടർ ചെയ്യുന്നത് മന്ത്ലി ആണ് ചെയ്യാറുള്ളൂ. എന്നാലും അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നെ മോൻ്റെ ക്രാഫ്റ്റ്, അവൻ എഴുതി പഠിച്ചത്, കുറേ പേപ്പർ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യുന്നതും, പിന്നെ നിസ്കാരപ്പായ, കുപ്പായം, അതൊക്കെ കഴുകുന്നത് ഈ ഒരു ദിവസമാണ് ഞാൻ. പിന്നെ കുഞ്ഞുങ്ങളുടെ ബുക്ക്, സ്റ്റോറി ബുക്ക് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള മാത്രം വെക്കാറുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു മിനിമൽ പേഴ്സൺ ആണ്, എല്ലാ സാധനങ്ങളും കുത്തി നിറച്ച് വെക്കാറില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് ഈ ഒരു റൂമിൽ ടഫായിട്ടുള്ളത്. പിന്നെ വേറൊരു കോമൺ ബെഡ്റൂം ഉണ്ട്. അപ്പോൾ അതിനകത്താണ് ഹസ്ബൻഡിൻ്റെ വർക്കിന് കൊണ്ടുപോകുന്ന ടൂൾസ്, അതുപോലെ ക്യാമറയുടെ വർക്കാണ് പുള്ളിക്ക്. അപ്പോൾ അതിനനുസരിച്ചുള്ള DVR സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ആ ഒരു റൂമിലാണ്. അപ്പോൾ ഞാൻ സാധാരണ ക്ലീൻ ചെയ്യുന്ന ബെഡ്റൂം ക്ലീനിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അല്ലാത്ത ടൂൾസ് കാര്യങ്ങളൊക്കെ ഒതുക്കുന്നത് ഹസ്ബൻഡാണ്. അപ്പോൾ ഇത് എല്ലാ വ്യാഴാഴ്ചയാണ് ചെയ്യുന്നത്. അപ്പോൾ ബുധനാഴ്ച ഗസ്റ്റ് റൂം, പിന്നെ ഇതൊരു കോമൺ ബെഡ്റൂം വ്യാഴാഴ്ച ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ ടോയ്ലറ്റ് ഉണ്ട്, ഒരു കോമൺ ബാത്റൂം. ഇത്തിരി കഷ്ടപ്പാടാണ് ഈ ഒരു ബാത്റൂം ക്ലീൻ ആക്കിയിട്ട്, കാരണം എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതും ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യാഴാഴ്ചത്തെ ക്ലീനിങ് കഴിയും. അപ്പോൾ ഞാൻ മാസ്റ്റർ ബെഡ്റൂം ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്, അതായത് തിങ്കളാഴ്ച ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. അതുകൊണ്ടാണ് മറ്റ് ബെഡ്റൂമുകൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് അധികം അതായത് ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത്. ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് കിച്ചൺ ക്ലീനിങ് ആണ്. അത് ഞാൻ 2 ദിവസം എടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. വെള്ളിയും ശനിയുമാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കിച്ചൺ ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആയിട്ട് വരാം.